നമസ്കാരം, ഞാൻ കമലാംബിക. ശ്രേഷ്ഠം മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലക്ഷരങ്ങളുമായിട്ടാണ് കേട്ടോ. അതിനു മുൻപ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വരാക്ഷരങ്ങൾ പദങ്ങൾക്ക് മുമ്പിൽ ഉപയോഗിക്കുമെന്ന്. അപ്പോൾ ആ അക്ഷരങ്ങളുടെ കുറച്ച് പ്രത്യേകതകൾ എനിക്ക് ഓർമ്മ വരുന്നതും അതിനോടൊപ്പം ചില്ലുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ്: സ്വരാക്ഷരങ്ങൾ പദങ്ങൾക്ക് മുൻപിൽ ഉപയോഗിക്കൂ. ഫോർ എക്സാമ്പിൾ, ഉറക്കം. ഈ ഉ എന്നുള്ളത് പദത്തിൻ്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. ഇതൊരിക്കലും ഇവിടെയോ ഈ സ്വരാക്ഷരങ്ങൾ വരില്ല, അത് ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വരണമെങ്കിലോ കു ഡ. അപ്പോൾ ചില കുട്ടികൾ ക ഉ കു ഡ ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ചിലപ്പോൾ തെറ്റ് വരുന്നത് കേട്ടോ. ഒട്ടും അറിയാത്ത കുട്ടികൾ ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും അറിയാം, എല്ലാ സ്വരങ്ങളും അറിയാം, അത് എവിടെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത കുട്ടികളാണ് ഇങ്ങനെ എഴുതുക. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും വ്യഞ്ജനാക്ഷരം കഴിഞ്ഞ് സ്വരാക്ഷരം വരില്ല, സ്വരത്തിൻ്റെ ചിഹ്നമേ വരൂ എന്ന്. അതിനോടൊപ്പം തന്നെ അവർക്ക് റീക്യാപ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഊവിൻ്റെ ചിഹ്നമേത്. അപ്പോൾ നമുക്കറിയാം ഊവിൻ്റെ ചിഹ്നം ക ഉ, ഊവിൻ്റെ ചിഹ്നം കൂട, ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, സ്വരാക്ഷരങ്ങൾ പദത്തിൻ്റെ മുൻപിലേ വരൂ; രണ്ട്, മധ്യത്തിൽ സ്വരങ്ങളുടെ ഉച്ചാരണം വന്നാൽ അതിൻ്റെ സ്വരചിഹ്നങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. വ്യഞ്ജനാക്ഷരം കഴിഞ്ഞിട്ട് ഒരിക്കലും സ്വരാക്ഷരങ്ങൾ വരില്ല. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് ചെറിയ ടിപ്സായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ വലിയൊരു മാറ്റം നമുക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ ഈ എഴുതണതിൽ. ഇതാണ് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ന എന്നുള്ള അക്ഷരം നമ്മൾ രണ്ട് തരത്തിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതായത് നര, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ പന. അപ്പൊ ഇവിടെ വന്നപ്പോൾ ന ആയി, ഇവിടെ ന ആയി. അപ്പൊ ഇത് എപ്പോഴാണ് ന ആവുന്നത്, എപ്പോഴാണ് ന ആവുന്നത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ആദ്യമായിട്ടുള്ള ഒരു വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ന വരികയാണെങ്കിൽ അത് ന എന്ന് ഉച്ചരിക്കണം. അതായത് ഒരക്ഷരം കഴിഞ്ഞ് രണ്ടാമത്തതോ മൂന്നാമത്തതോ അവസാനത്തതോ എവിടെ ആയിക്കോട്ടെ, ഒരു വാക്കിൻ്റെ ആദ്യമല്ലെങ്കിൽ അത് ന എന്ന് ഉച്ചരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോഴേ അവർക്ക് അറിയുള്ളൂ നായ, നന്നായി, നല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ നല്ലയുടെ ന ആണ് എന്നുള്ളത് അവർക്ക് അറിയണമെങ്കിൽ ഈ ഒരു ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത്. ഈ ഒരു അക്ഷരങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയേണ്ട ഞാൻ അപ്പപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഇനി ചില്ലുകൾ. എന്താണ് ചില്ല്, എത്ര ചില്ലക്ഷരങ്ങളുണ്ട്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ചില്ലുകൾ 5 ചില്ലുകളാണ് മലയാളത്തിലുള്ളത്. എന്താണ് ചില്ലുകൾ? ചില്ലുകൾ എന്ന് പറഞ്ഞാൽ തനിയെ നിൽക്കാൻ കെൽപ്പുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ് ചില്ലുകൾ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഞ്ജനങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് തനിയെ നിൽക്കാൻ കഴിവില്ല, അതുകൊണ്ട് അവരെപ്പോഴും സ്വരചിഹ്നങ്ങളെ ആശ്രയിക്കുന്നു എന്ന്, അല്ലേ? പക്ഷേ അതിന് തനിയെ നിൽക്കാൻ പറ്റുന്ന വ്യഞ്ജനങ്ങൾ ഒരു 5 എണ്ണം ഉണ്ട്. അതാണ് ഈ ചില്ലുകൾ, തനിയെ നിൽക്കാൻ പറ്റുന്ന വ്യഞ്ജനങ്ങൾ. അതേതൊക്കെയാണ്? ഇൻ, ഇൽ, അപ്പോൾ ഇത് ഈ ചില്ലുകളുടെ പ്രത്യേകത പറഞ്ഞ് നോക്കൂ. അവയ്ക്കൊക്കെ ഓരോ കൊമ്പുണ്ട്. യെസ്, അവയ്ക്കൊരു കൊമ്പുണ്ട്. കാരണം എന്താ അറിയോ, അവർക്ക് തനിയെ നിൽക്കാൻ പറ്റും. അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്: ഒരു കൊമ്പ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അതൊരു എന്താ പറയുക,
അലങ്കാരമായിട്ടാണല്ലേ നമ്മൾ കൊണ്ട് നടക്കുന്നത്. അതുപോലെ അലങ്കാരമുള്ള വ്യഞ്ജനങ്ങളാണ് ഈ ചില്ലുകൾ. അവർക്ക് തനിയെ നിൽക്കാൻ പറ്റും. തനിയെ നിൽക്കാൻ പറ്റും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വരചിഹ്നങ്ങൾ ഇവയുടെ ഒപ്പം വരില്ല. വരില്ല പറഞ്ഞാൽ വരില്ല 100%. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്നോട് ചോദിച്ച ഒരു കുട്ടി ചോദിച്ചത്, മാം ഇങ്ങനെ എഴുതുമ്പോൾ വരണില്ലേ? ഇവിടെ ഇന്നിൻ്റെ കൂടെ ഒരു ചിഹ്നം വന്നിട്ടില്ലേ? ഒരിക്കലും ഇത് ചില്ലിൻ്റെ ഒപ്പം വന്നിട്ടുള്ളതല്ല. ഇൻ പ്ലസ് റൻഡ എന്ന കൂട്ടക്ഷരമാണ്. അവിടെ മാത്രമാണ് അത് കാണുന്നത്. അത് പക്ഷെ കൂട്ടക്ഷരമാണ്. ബാക്കി ഏത് ചില്ലിൻ്റെ ഒപ്പവും എന്ത് വലിയ സ്വരചിഹ്നങ്ങൾ വരില്ല എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒപ്പം കുട്ടികൾ ചിഹ്നങ്ങളിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ലി എന്ന് പറഞ്ഞാൽ അവർ ഇൾ എന്ന് എഴുതി ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, വള്ളി ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ വളരെ ക്ലാരിറ്റി ഉണ്ടാവാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതാണ് ചില്ലുകളുടെ പ്രത്യേകത. 5 ചില്ലുകളാണ്. അത് എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ്. തനിയെ നിൽക്കാൻ കെൽപ്പുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇത്രയുമാണ് ചില്ലുകളെ പറ്റി നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.